പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്ന കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും കരുത്തനായ നേതാവാണ് രാഹുൽ മാങ്കൂട്ടം എം.എൽ.എ. സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്നിട്ടും രാഹുലിൻ്റെ രാജി വൈകുകയാണ്. എന്തുകൊണ്ടാണ് മാങ്കൂട്ടത്തിൻ്റെ രാജി വൈകുന്നത്? പരിശോധിക്കാം. അതിന് പലവിധ കാരണങ്ങളുണ്ട്. അതിൽ സുപ്രധാനമായത് കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോഴും ഒരു സമവായമുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ നേതാക്കൾക്കിടയിലെ സമവായം രൂപപ്പെടേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം. ഈ രാഹുൽ മാങ്കൂട്ടത്തെയൊന്നും വെച്ചുകൊണ്ട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനവുമായി മുന്നോട്ട് തന്നെ പോകാൻ കഴിയില്ല എന്ന കർശന നിലപാടിലാണ് വി.ഡി. സതീശൻ ഉള്ളത്. വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. രാഹുൽ മാങ്കൂട്ടത്തെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിട്ടാൽ വീണ്ടും തിരിച്ചടി ഉണ്ടാകുമെന്ന് നേതാക്കൾക്കൊക്കെ ഏതാണ്ട് ഏകസ്വരവുമാണുള്ളത്. പക്ഷേ കടുത്ത തീരുമാനമെടുക്കാൻ കോൺഗ്രസ് പാർട്ടിയിൽ ചില സമവായങ്ങൾ ഇനിയും രൂപപ്പെടേണ്ടിയിരിക്കുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവർ പെട്ടെന്നുള്ള രാജി വേണമോ എന്ന ചോദ്യം ഉന്നയിക്കുന്നവരാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഏതെങ്കിലും ഇര പോലീസിൽ നേരിട്ട് പരാതി നൽകിയിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടില്ല. ഏതെങ്കിലും കോടതിയുടെ ഉത്തരവുകളില്ല. അങ്ങനെ രാജിവെക്കുന്ന MLA സ്ഥാനം രാജിവെക്കുന്ന കീഴ്വഴക്കം സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുമ്പില്ല. M. മുകേഷിനെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അന്ന് രാജി വേണ്ടതില്ലെന്നായിരുന്നു CPM നിലപാട്. M. വിൻസെന്റിനും എൽദോസ് കുന്നപ്പള്ളിക്കും എതിരെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. കേസും എടുത്തിട്ടുണ്ട്. അപ്പോഴും രാജി വേണ്ടെന്നായിരുന്നു കോൺഗ്രസിൻ്റെയും നിലപാട്. പക്ഷേ ഇവിടെ അതിൽ നിന്നൊക്കെ സാഹചര്യം മാറിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ പുറത്തുവരുന്നു. ഒപ്പം ഇരയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഒരു ജനപ്രതിനിധി ഭീഷണിപ്പെടുത്തിയും അപേക്ഷിച്ചും ആത്മഹത്യാ ഭീഷണി മുഴക്കിയുമൊക്കെ ഇരയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതാണ് ഇന്ന് കേരളം കണ്ടത്. ഇതോടെ രാജി അനിവാര്യമാണെന്ന വി.ഡി. സതീശൻ്റെ നിലപാടിന് പാർട്ടിയിൽ കൂടുതൽ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കണമോ എന്ന ചോദ്യമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോഴും പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലമായി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളാത്തത് ഷാഫി പറമ്പിൽ മാത്രമേ ഉള്ളൂ കോൺഗ്രസ് നേതൃത്വത്തിൽ എന്നുള്ളതാണ് വസ്തുത. ഇനിയൊരു സമവായം രൂപപ്പെടേണ്ടതുണ്ട്. ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നും ഒരു തീരുമാനമെടുക്കണം. ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് കേരളത്തിലെ നേതാക്കളുമായുള്ള ആശയവിനിമയത്തിന് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോഴും കോൺഗ്രസിന് മുന്നിൽ മറ്റു ചില പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികൾ ഒന്ന്, ഇനി 9 മാസം മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിച്ചാൽ വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച് കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും. അതെങ്ങനെയാണ് ആ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരിക? കാരണം മുമ്പ് 1 വർഷത്തിൽ താഴെയുണ്ടായിരുന്ന പല ഉപതെരഞ്ഞെടുപ്പുകളും നടക്കാതെ പോയതാണ് നമ്മളുടെ മുന്നിലുള്ള ചരിത്രം. ചവറയടക്കമുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അവരുടെ വിവേചനാധികാരമാണ് അക്കാര്യത്തിൽ. 6 മാസം കാലാവധി ഉണ്ടെങ്കിൽ 6 മാസത്തെ കാലാവധി ബാക്കിയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും എന്നുള്ളതാണ്. പാലക്കാട് നമുക്കറിയാം, BJP 2ാം സ്ഥാനത്തുള്ള സ്ഥലമാണ്. BJP നേതൃത്വം സമ്മർദ്ദം ചെലുത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴങ്ങി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും കോൺഗ്രസിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തിൽ വിളിച്ചു വരുത്താൻ കോൺഗ്രസിലെ താല്പര്യമില്ല. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് താല്പര്യമില്ല. അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനം മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തിന് എടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. പക്ഷേ രാഹുൽ മാങ്കൂട്ടം കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും പിന്നീട് ഈ വിവാദങ്ങൾ വന്നതിന് ശേഷമുണ്ടായ നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ കൂടി എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് കൂടി പുറത്തേക്ക് വരേണ്ടതുണ്ട്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി പുതിയൊരു ഇമേജ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊടുക്കാൻ കഴിയണം. അത് മുമ്പില്ലാത്ത കീഴ്വഴക്കങ്ങൾ മറികടന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ഇമേജ് സൃഷ്ടിക്കണം. അതിന് രാഹുൽ മാങ്കൂട്ടത്തെ ബലി കൊടുക്കാം എന്ന് തന്നെയുള്ള അഭിപ്രായമാണ് നേതാക്കൾക്കുള്ളത്. കാരണം രാഹുൽ ഗുരുതരമായ തെറ്റ് ചെയ്തു. ഇനി രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ട് പാർട്ടി കുരുങ്ങേണ്ടതില്ല എന്നാണ് അവരുടെ അഭിപ്രായം. അതിനുവേണ്ടി മറ്റ് നേരത്തെ CPM നേതാക്കളുടെ കാര്യവും അതുപോലെ കോൺഗ്രസിൻ്റെ MLA-മാരും ഒക്കെ കേസിൽപ്പെട്ട സാഹചര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അതുപോലെ ഒരു അവസരത്തിന് കാത്തു നിൽക്കാതെ കേരളത്തിന് മുന്നിൽ പുതിയ രാഷ്ട്രീയ ധാർമ്മിക മാതൃക കാണിക്കുക എന്നതാണ് കോൺഗ്രസിന് മുന്നിലുള്ള വഴി. ആ വഴിയിലേക്ക് പോകണമെന്നാണ്
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആഗ്രഹിക്കുന്നു. ഒപ്പം മുമ്പ് പല തെറ്റുകളും രാഹുൽ മാങ്കൂട്ടം ചെയ്തപ്പോൾ ആ തെറ്റുകൾക്ക് മറികടന്നുകൊണ്ട് രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടെടുത്ത ഷാഫി പറമ്പിലിനൊപ്പം നിന്നയാളാണ് വി.ഡി. സതീശൻ. ആ തെറ്റുകൾ തിരുത്തുക കൂടിയാണ് വി.ഡി. സതീശൻ ഇതിലൂടെ. തൻ്റെ പ്രതിച്ഛായ കൂടി വി.ഡി. സതീശന് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തുള്ള വി.ഡി. സതീശന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർന്നു വരണമെങ്കിൽ ഈ പ്രതിച്ഛായ നിലനിർത്തേണ്ടതുണ്ട്. അവിടെ സ്ത്രീകൾക്കെതിരായ അതിക്രമം ആണ് രാഹുൽ മാങ്കൂട്ടം നടത്തിയത് എന്നിരിക്കെ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും വി.ഡി. സതീശന് സ്വീകരിക്കാൻ കഴിയില്ല. അതിൻ്റെ വളരെ കൃത്യമായ സന്ദേശമാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വി.ഡി. സതീശൻ നൽകിയിരിക്കുന്നത്. അതായത് കടുത്ത നടപടിയുണ്ടാവും. കോൺഗ്രസ് പുതിയ മാതൃകകൾ കാണിച്ചു എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെല്ലുവിളിച്ചിട്ടാണ് വി.ഡി. സതീശൻ പോയിട്ടുള്ളത്. വേറിട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കുമെന്നായിരുന്നു വി.ഡി. സതീശൻ്റെ വാചകം. അത് വി.ഡി. സതീശൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കൊണ്ട് നടത്തുന്ന വെല്ലുവിളിയാണെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ഉറപ്പിക്കാനായി വി.ഡി. സതീശൻ ഏതറ്റം വരെയും പോകും എന്ന കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തന്നെ തനിക്ക് തുടരാൻ കഴിയില്ല, രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ ഉണ്ടെങ്കിൽ എന്ന പ്രഖ്യാപനം പോലും ഹൈക്കമാൻഡിന്റെ മുന്നിൽ നടത്തി സമ്മർദ്ദ ശക്തിയായി രാഹുലിൻ്റെ രാജി വാങ്ങിക്കുക എന്നിടത്തേക്ക് വി.ഡി. സതീശൻ പോകും. നമ്മൾ മനസ്സിലാക്കുന്നത് വി.ഡി. സതീശനൊപ്പം തന്നെയാണ് പ്രമുഖ നേതാക്കൾ എല്ലാം മനസ്സുകൊണ്ടെങ്കിലും ഉള്ളത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി വീഴ്ചകൾ സംഭവിച്ചു. അതിനപ്പുറത്തേക്ക് രാഹുൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു ഈ പാർട്ടി എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ സംഘടനാപരമായ നടപടിയും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിനും അപ്പുറത്തേക്ക് ഇതിന് മാനങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം പോയതിനു ശേഷം അബിൻ വർക്കിക്കെതിരെ രാഹുൽ അനുകൂലികൾ നടത്തിയ നീക്കത്തിലും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനും ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിനുമൊക്കെ എതിർപ്പുണ്ട്. എല്ലാം വരുത്തി വെച്ചതിന് ശേഷം അത് മറ്റുള്ളവരുടെ തലയിലേക്ക് ചാരാനുള്ള ശ്രമമായിരുന്നു കട്ടപ്പ വിമർശനവും മറ്റുമൊക്കെ പുറത്തുവിട്ടുകൊണ്ട് രാഹുൽ അനുകൂലികൾ നടത്തിയത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. അതുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയായിട്ടുണ്ട്. തൽക്കാലം ഇന്നത്തെ രാജി നീട്ടിയെങ്കിലും വല്ലാതെ ഇത് മുന്നോട്ട് പോകാൻ ഈ പ്രതിസന്ധിക്കിടയിൽ കഴിയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ നീങ്ങുമെന്ന ആശങ്ക പല കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട്. അതൊരു നിർണായക ഘടകമായി മാറിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA സ്ഥാനത്തു നിന്നുള്ള രാജി താമസിയാതെ സംഭവിക്കും എന്നത് ഉറപ്പാണ്. ഇനി അതിനപ്പുറത്തേക്ക് പാർട്ടിയിൽ സമവായമാകാതെ നീങ്ങിപ്പോയാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് മത്സരിക്കാൻ കഴിയില്ല എന്നതും ഉറപ്പിക്കാം. പാലക്കാട് മാത്രമല്ല, കേരളത്തിൽ ഒരിടത്തും രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവില്ല എന്നത് ഉറപ്പാണ്.